ഹലോ ഓൾ, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് കുഷ്ക ടോക്സ്. അപ്പോൾ ഇപ്പോൾ ഉത്സവങ്ങളും അതേപോലെ ആഘോഷങ്ങളിലൊക്കെ ടൈമാണ്. ഇപ്പം റംസാൻ വരാറായി, ഈദ്, അതേപോലെ വിഷു വരാറായി. ഇപ്പം ഷോപ്പിങ്ങിൻ്റെ ഒരു ടൈമാണ്. ഒരുപാട് പേര് നമ്മുടെ ഇപ്പം ഈ ഒരു ടൈമിലല്ലാണ്ട് ഇപ്പോൾ കല്യാണത്തിനൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നിട്ട് ബാംഗ്ലൂർ വന്നിട്ട് ഷോപ്പ് ചെയ്യുന്ന ഇത് നമ്മൾ കാണുന്നുണ്ട് ട്രെൻഡ്. ഇപ്പം ബാംഗ്ലൂരിലേക്ക് ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമായിട്ട് വരുന്നവരുണ്ട്. ബട്ട് ഈ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇപ്പം പൊതുവെ ബാംഗ്ലൂരിൽ രണ്ട് സ്ഥലങ്ങളാണ് പൊതുവായിട്ട് ഇവർ അറിയുന്നത്, ലൈക്ക് മോസ്റ്റ് ഫേമസ് എന്ന് പറയാം. ഒന്ന് നമ്മുടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്, അതേപോലെ തന്നെ ബ്രിഗേഡ് റോഡ്. സാധാരണ ഇപ്പോൾ പൊതുവെ നാട്ടിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ ആദ്യം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കും അതേപോലെ ബ്രിഗേഡ് റോഡിലേക്കാണ് പോവുക. ബട്ട് ഇത് രണ്ടും മാത്രമാണോ നമ്മുടെ ബാംഗ്ലൂരിലുള്ള ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻസ്? അല്ല, ഒരിക്കലല്ല. ഞാൻ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അത് പലർക്കും അറിയത്തില്ല. അതെ, ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ വെറും 2 ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഒരുപാട് ഏതോളം ഒരു 10-12ഓളം നമ്മൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരു 10-12ഓളം ലൊക്കേഷൻസ്. ഐറ്റത്തിന് ഈ സ്ഥലം എന്നുള്ള രീതിയിൽ. അതെ, അതായത് നമ്മളിപ്പോൾ ഓരോരോ ഡെസ്റ്റിനേഷനിൽ പോവുകയാണെങ്കിൽ അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ വെക്കും. അതിപ്പോൾ ഡ്രസ്സ് തന്നെ ആവണമെന്നില്ല, മറ്റുള്ള ആക്സസറീസ്, അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് അതിനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ എടുക്കുവാണെങ്കിൽ ഇപ്പം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വിടുക, ഇപ്പം ഞാൻ തുടങ്ങുവാണെങ്കിൽ കെ ആർ മാർക്കറ്റ് എന്തുകൊണ്ട് ഫേമസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ രാവിലെ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ അവിടുത്തെ മാർക്കറ്റ് തുറക്കും. ഇവിടുത്തെ ആൾക്കാർ, അതായത് ഇവിടെ റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 3 മണി 4 മണിയൊക്കെ ആകുന്ന സമയത്ത് അവിടെ പോയിട്ട് അവിടുന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടായിരിക്കും അവർ റീറ്റെയിൽ ബിസിനസ് ചെയ്യുക. സോ ആ ഒരു ഈ ഫ്രൂട്ട്സ്, പച്ചക്കറി, അതുപോലെ തന്നെ ഫ്ലവർ, കെ ആർ മാർക്കറ്റിലെ ഫ്ലവർ മാർക്കറ്റ് എന്ന് പറയുന്നത് അതും ഭയങ്കര ഫേമസ് ആണ്. എല്ലാവരും നല്ല വ്യൂ ആണ്. രാവിലെ തന്നെ ആ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്, പൂവൊക്കെ ആയിട്ട് ആ ഒരു വ്യൂ കാണാൻ തന്നെ നല്ല രസമാണ്. അതുപോലെ നമ്മുടെ അവന്യൂ റോഡ്, ഈ ബുക്സിന്റെ കാര്യത്തിലാണ് അവന്യൂ റോഡ് ഫേമസ്. അതെ, നമ്മുടെ പഠിക്കുന്ന ബുക്സ് ആയാലും നോവൽസ്, അതേപോലത്തെ കഥകളും കാര്യങ്ങളൊക്കെ ആയാലും എവിടെ കിട്ടിയില്ലെങ്കിൽ അവന്യൂ റോഡ് കിട്ടുന്നതാണ് പറയുന്നത്. അതെ, അപ്പൊ നമ്മുടെ കോഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബുക്സും അവിടെ, ഈവൻ സെക്കൻഡ് ഹാൻഡ് ബുക്സും അവിടെ അവൈലബിൾ ആണ് അല്ലേ. ഓഫർ വെച്ചിട്ടും അതേപോലെ ഡിസ്കൗണ്ട് വെച്ചിട്ടൊക്കെ പല ദിവസങ്ങളിൽ ബുക്സ് അവൈലബിൾ ആയിട്ട് കാണാറുണ്ട്. അതെ, അതേപോലെ നമ്മുടെ ഈ വണ്ടിയുടെ പാർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് ജെയ്സി റോഡ് നല്ലൊരു ഓപ്ഷനാണ്. അതെ, ബാംഗ്ലൂരിലത്തെ ബെസ്റ്റ് ഓപ്ഷനാണ്. ഇപ്പം വണ്ടിയുടെ സ്പെയർ പാർട്സ് കിട്ടാനാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആക്സസറീസ് വേണമെങ്കിലോ ഫിറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ ജെയ്സി റോഡ് പോയാൽ നമുക്ക് കിട്ടും. പക്ഷെ അവിടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മൾ സാധനം വാങ്ങാൻ പോകുന്ന ഗ്യാപ്പിൽ അവന്മാർ വല്ല ടയറോ എന്തെങ്കിലും സാധനം ഊരിയിട്ട് പോകും. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു തവണ അവർക്കൊരു എന്താ പറയുക ഡിസ്പ്ലേ വെക്കാണ്ടായിരുന്നു വണ്ടിയുടെ. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവർ ഓരോ റേറ്റാണ് പറയുക. ഇത് പോരാത്തിന് അവർക്ക് വൻ ക്യാൻവാസിങ്ങാണ്. നമ്മൾ ചുമ്മാ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഓരോ കടയിൽ നിന്ന് അതിൻ്റെ ഏജൻസ് വന്നിട്ട് നമ്മളോട് പറയും ഇവിടെ ആ സാധനം ഉണ്ട്, ഇവിടെ ആ സാധനം ഉണ്ട്, അവിടെ വിലക്കുറവാണെന്നൊക്കെ പറയും. അതുപോലെ തന്നെ നമ്മുടെ അത് കാറിൻ്റെയും ബൈക്കിൻ്റെ എല്ലാത്തിൻ്റെ ആക്സസറീസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അമൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ബൈക്ക് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന നമ്മുടെ ബൈക്കിന്റെ പാർട്ട് തന്നെ ആയിരിക്കും അവർ തിരിച്ചു തരുന്നത്. ഇപ്പം പറയുന്നത് ബാംഗ്ലൂരിൽ ഒരു ബൈക്ക് കാണാണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ പാർട്സ് നമുക്ക് ജെയ്സി റോഡ് പോയാൽ കിട്ടുന്നു പറയും. അതെ, അത് മാത്രമല്ല അവിടെ എല്ലാം ഈ ഫസ്റ്റ് ക്വാളിറ്റി സാധനം മാത്രമല്ല, നമുക്ക് സെക്കൻഡ് ഹാൻഡ്സും ഒരുപാട് കിട്ടുന്നുണ്ട്. ഈ പറയുന്ന മാർക്കറ്റിലെല്ലാം മെയിനായിട്ട് ഇപ്പം ആക്സസറീസിൻ്റെ ഇപ്പം അവന്യൂ റോഡും ജെയ്സി റോഡും എടുക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ആൻഡ് പീസ് മാത്രമല്ല സെക്കൻഡ് ഹാൻഡ് പീസസും ഒരുപാട് അവൈലബിൾ ആണ്. അതുപോലെ കമ്മിങ് ബാക്ക് ഇപ്പം ജയനഗർ, ഇപ്പം റീസെന്റ് ആയിട്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ജയനഗർ 4th ബ്ലോക്ക് ഇപ്പം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെന്നല്ല, അത് മുമ്പേ ഉള്ള ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. അറിഞ്ഞു തുടങ്ങിയത് അതായത് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പോയിട്ട് വീഡിയോസ് കൂടുതൽ ഇട്ട് തുടങ്ങിയപ്പോഴാണ്. അവിടെ സ്ഥിരമായിട്ട് പണ്ടുപോലെ ഷോപ്പിംഗ് പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതെ, ജയനഗർ 4th ബ്ലോക്ക്, അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ജയനഗർ ബസ് സ്റ്റേഷന്റെ അടുത്തായിട്ടാണ്. അവിടെ കൂടുതലായിട്ട് കിട്ടുന്നത് നമ്മുടെ ലേഡീസിനാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ആക്സസറീസ്, അതേപോലെ തന്നെ ഈ ഡെയിലി വിയേഴ്സ് ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ഈ കുർത്തീസ് കാര്യങ്ങളൊക്കെ, അത് വർക്ക് വിയർ ഇപ്പോൾ ഓഫീസിലൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റും. അങ്ങനെ വളരെ ചീപ്പായിട്ടുള്ള ഡെയിലി വിയേഴ്സും കാര്യങ്ങളൊക്കെ വുമൻസിനാണ് കൂടുതലായിട്ടും അവിടെ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ഉള്ളത്. നല്ല അഫോർഡബിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, സ്ട്രീറ്റ് ഷോപ്പിംഗ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ അതേപോലെ കുറച്ചുകൂടെ പീസ്ഫുൾ ആണ് ആ ഒരു ഏരിയ. പീസ്ഫുൾ ആണ്, അത് ആൾക്കാർ വന്നെത്തുന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഈ ക്രൗഡൊക്കെ അറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെയും ആളായിരിക്കും, ക്രൗഡ് ആവും. ആക്സസിബിലിറ്റി ഉണ്ട്, മെട്രോ ഉണ്ട്, അതെ, അതുപോലെ പാർക്കിങ്ങിന് അത്യാവശ്യം നല്ല ഓപ്ഷൻസ് ഉണ്ട്. അതെ, അതുപോലെ തന്നെ ഒരു നമ്മുടെ ഒരു എസ്തെറ്റിക് വൈബ് കിട്ടുന്ന ബാംഗ്ലൂരിന്റെ ഒരു ഓൾഡ് ബാംഗ്ലൂരിന്റെ ഒരു ഫീൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മല്ലേശ്വരം അല്ലേ. അപ്പൊ മല്ലേശ്വരം ആണെങ്കിൽ ഇതേപോലെ ഡ്രസ്സ്, അതേപോലെ തന്നെ ആക്സസറീസ്, വുമൻസിന്റെ ആക്സസറീസ് ആണ് കൂടുതൽ, ജ്വല്ലറി ഷോപ്സ്. ഭയങ്കര എസ്തെറ്റിക്സ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മല്ലേശ്വരത്തേക്ക് പോകുന്ന ബെസ്റ്റ്. അവിടുത്തെ ഓർണമെന്റ്സ് ആണെങ്കിലും അവിടുത്തെ ഡ്രസ്സസ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ പറയും ജയനഗറിനെക്കാട്ടും കുറച്ചും കൂടി
ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ പെൺകുട്ടികൾക്ക് സുഖമായിരിക്കും ഈ മല്ലേശ്വരം എന്ന് പറയുന്നത്. അതെ. അവിടെ സൺഡേ സാറ്റർഡേ ഒക്കെ പോവാണെങ്കിൽ പുറത്ത് ഒരുപാട് ഷോപ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഈ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്സ് ആയിട്ട് ഒരുപാടുണ്ട്, പുറമേ വെച്ച് വെക്കുന്ന ആളുകളുണ്ട്. അതെ. പിന്നെ വേറൊരു കാര്യം മല്ലേശ്വരത്തിന്റെ എടുത്ത് പറയണമെന്ന് വെച്ചാൽ മുമ്പത്തെ ബാംഗ്ലൂർ എല്ലാവരും പറയില്ലേ ഈ പഴയ ബാംഗ്ലൂർ ആ പഴയ ബാംഗ്ലൂരിന്റെ ആ ഒരു സോൾ ഇപ്പോഴും നിൽക്കുന്നത് മല്ലേശ്വരത്താണ്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ അതായത് ആ ഒരു പഴയ ഒരു തനിമയും എസ്തെറ്റിക്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. ഫുഡ് കൾച്ചറും അതുപോലെ സത്യമായിട്ട് ഫുഡ് കൾച്ചർ, അതായത് വളരെ ഒരു വെജിറ്റേറിയൻ കൾച്ചറാണ് അവിടെ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയാലും പീസ്ഫുൾ ആണ്, ക്രൗഡഡ് അല്ല, ട്രാഫിക്സ് ഇല്ല. അപ്പം നിങ്ങൾ ഇൻ കേസ് ഇപ്പം നല്ലൊരു എസ്തെറ്റിക്സ് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ വൈബ് നോക്കി നടക്കുകയാണെങ്കിൽ മല്ലേശ്വരം ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല നല്ലൊരു ഗെറ്റ് അവേ ഡെസ്റ്റിനേഷൻ കൂടിയാണ് ബാംഗ്ലൂരിൽ അല്ലേ. അപ്പോൾ അതുപോലെ വേറൊരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഇത് എന്താ പറയുക ചിക്പേട്ട് അല്ലേ. അപ്പോൾ ചിക്പേട്ട് എങ്ങനെയാണ് ചിക്പേട്ടിൻ്റെ ഒരു ചിക്പേട്ട് എന്ന് പറഞ്ഞാൽ ചിക്പേട്ട് ഫേമസ് ആവാൻ തുടങ്ങി, അതായത് മലയാളീസിനിടെ കൂടുതൽ ഫേമസ് ആവുന്ന ഈ ത്രിഫ്റ്റിംഗ് കാരണമാണ്. ഇപ്പോൾ ഈ അടുത്ത് പറഞ്ഞാൽ ഒരുപാട് വ്ളോഗേഴ്സ് അവിടെ ത്രിഫ്റ്റിങ്ങിന്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട് ഡ്രസ്സ് വാങ്ങുന്നത്. ഇവിടുത്തെ കുറെ കന്നഡക്കാരൊക്കെ ഭയങ്കര കളിയാക്കുന്നു. മലയാളീസ് അവിടെ പോയിട്ട് ഏറ്റവും കൂടുതൽ ഡ്രസ്സ് വാങ്ങുന്ന മലയാളീസ് ആണ്. ഇപ്പൊ പക്ഷെ അവിടെ പറഞ്ഞാൽ മിക്കതും സെക്കൻഡ് സാധനങ്ങളാണ് കിട്ടുക. പക്ഷെ നമ്മളിത് പോയിട്ട് ബ്രാൻഡഡ് സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് വിലസാനൊക്കെ പറ്റും പിള്ളേർക്ക്, നല്ല ചീപ്പായിട്ട് കിട്ടുന്നത് കാരണം. അതെ, അതും ഈ പറയുന്ന പോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ക്വാളിറ്റി, എല്ലാം ബ്രാൻഡിന്റെ ഒരു ടാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ ഡിഫക്റ്റ് പീസസ് ആയിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് പീസസ് ആയിരിക്കും. അത് എനിക്ക് അവിടെ പോകുന്നവരോട് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ പർച്ചേസ് ചെയ്തോ, പക്ഷെ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം ഇതാണ് സംഭവം. പക്ഷെ ഈ ഒരു ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു പക്ഷേ ഈ ചിക്പേട്ടിൽ തന്നെ ഹോൾസെയിൽ ഷോപ്പ് കുറെ ഉണ്ട്. നാട്ടിൽ നിന്നൊക്കെ വന്ന് ഡ്രസ്സ് ഹോൾസെയിൽ ആയിട്ട് എടുത്തു കൊണ്ടുവന്ന ആൾക്കാർ കുറെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഡ്രസ്സൊക്കെ ബണ്ടിലായിട്ട് എടുക്കണമെങ്കിൽ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഷോപ്പായിട്ട്. അങ്ങനെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടുന്ന് ഹോൾസെയിൽ ആയിട്ട് എടുത്ത് നാട്ടിൽ കൊണ്ടുപോയി വെക്കുന്ന അങ്ങനത്തെ ഓപ്ഷൻസും കുറെ ഉണ്ട്. എന്ന് പറയുന്നത് സൺഡേ ഏർലി മോർണിംഗ് അവർ പോയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതെ, ഇപ്പൊ സൺഡേ മോർണിംഗ് നമ്മൾ വിചാരിക്കും ആരും ഉണ്ടാവില്ല, വെളുപ്പിന് 3 മണിക്ക് എണീച്ചിട്ട് ആര് പോകാനാന്ന്. പക്ഷെ 3 മണിക്ക് നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ചിക്പേട്ടെന്ന്. കാരണം വെളുപ്പിന് 3 മണിക്ക് നമ്മളെപ്പോലെ ഉറക്കൊഴിഞ്ഞ് സൺഡേ ആണ്, മെയിൻലി സൺഡേ ആണല്ലോ ആ മാർക്കറ്റ് ഓപ്പൺ ആവുക. അത്രയും തിരക്ക് പിടിച്ചിട്ട് ലൈക്ക് ബേസിക്കലി ചില വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും, അത്രയും ക്രൗഡഡ് ആണ്. അല്ല, നമ്മൾ കാണുന്ന വീഡിയോസിലൊക്കെ ഈ എലങ്കയിലുള്ള അല്ലെങ്കിൽ നിലമംഗലുള്ള കെങ്കേരി സൈഡിലുള്ള പിള്ളേരൊക്കെയാണ് രാവിലെ വണ്ടി എടുത്തിട്ട് പോവുക ചിക്പേട്ടിനകത്തേക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ ട്രാവലിംഗ് ബാഗില്ലേ അതുകൊണ്ടാ വരിക, കുത്തി നിറച്ച് പോവാ. അത് കിലോ കണക്കിനാണ് ഡ്രസ്സ് ഇട്ട ചില സ്ഥലത്തു നിന്നൊക്കെ തൂക്കിയെടുക്കുക കിലോന്. അപ്പം ഇത് മാത്രമല്ല, സോ ബേസിക്കലി ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഇനിയും ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഗാന്ധി ബസാർ ഉണ്ട്, അതേപോലെ തന്നെ ഇനിയും അങ്ങനെ ഒരുപാട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ദയവേത് കമന്റ് സെക്ഷനിൽ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്, നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവില്ലേ, അതും അതെന്താണ് അതിന്റെ റീസൺ. സോ ബേസിക്കലി ഏത് ഡെസ്റ്റിനേഷൻ പ്രിഫർ ചെയ്യുമ്പോൾ ഒരു റീസൺ ഉണ്ടാവില്ല, അതും നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമന്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഈ കല്യാണം ടൈപ്പ് ഡ്രസ്സസിനൊക്കെ കുറച്ചുകൂടി നല്ല ഓപ്ഷൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ്. അതിനപ്പുറത്ത് ഫാഷൻ സ്ട്രീറ്റും വരുന്നുണ്ടല്ലോ, അവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇപ്പം ഏതാണെങ്കിലും ഇപ്പം റിലീജിയൻ വൈസ് നോക്കുകയാണെങ്കിലും ഇപ്പൊ പാർട്ടി വെയർ നോക്കുകയാണെങ്കിലും ഒക്കെ അതിന് പറ്റുന്ന രീതിയിൽ ഒരുപാട് ഷോപ്പുകളും ഒരുപാട് വെറൈറ്റീസും നമുക്ക് അവിടെ കിട്ടും. അതെ, അത് മാത്രമല്ല അവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്കൊരു എല്ലാ റേഞ്ചിലുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇപ്പം ലോ റേറ്റിലുള്ളതുണ്ട് സ്ട്രീറ്റ് ഷോപ്പിംഗ്, അതേപോലെ തന്നെ നല്ല ഹൈ റേഞ്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ അതിന്റെ ഔട്ട്ലെറ്റ്സും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഉണ്ട്. സോ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഫുള്ളി, അതായത് അതിന്റെ ഒരു സൈഡ് ഫുള്ള് ഹൈ ബ്രാൻഡഡ് ആണെങ്കിൽ മറ്റേ സൈഡ് പക്ക ലോക്കലായിട്ട് ഏത് ടൈപ്പ് ആൾക്കാർക്കും വേണമെങ്കിൽ കിട്ടുന്ന ടൈപ്പിലാണ്. അതെ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബാംഗ്ലൂരിലെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. ബട്ട് ഇതിൽ മെയിനായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇൻ കേസ് നിങ്ങൾ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നെങ്കിൽ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്വാളിറ്റി, അതായത് ഒന്ന് അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി ഈ പറയുന്ന പോലെ ചീപ്പായിരിക്കും. നമ്മൾ പറഞ്ഞ ബാർഗെയിൻ ചെയ്യണം, ഡെഫിനറ്റ്ലി ബാർഗെയിൻ ചെയ്യണം. 500 പറഞ്ഞ ആ സാധനം നമുക്കൊരു 100-150 കിട്ടുന്ന ചരിത്രമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടും. ഒന്ന് നിങ്ങൾക്ക് ബാർഗെയിൻ സ്കിൽസ് വേണം, അപ്പം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചീപ്പായിട്ട് കിട്ടും. ബട്ട് ഈ പറയുന്ന പോലെ ക്വാളിറ്റി ഒരിക്കലും നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം അമല് പറഞ്ഞ പോലെ തന്നെ ചിക്പേട്ടിലൊക്കെ ഒരുപാട് ഐറ്റംസ് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് സാധനങ്ങളായിരിക്കും. ക്ലോത്ത്സ് ഒന്നും ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് യൂസ്ഡ് സാധനങ്ങൾ ഇടാൻ പറ്റില്ല. ബാക്കി വേറെ എന്ത് ഇട്ടാലും ക്ലോത്ത്സ് ഒരിക്കലും നമുക്ക് അത് പല രീതിയിലുള്ള ഷോപ്പിംഗിലാണെങ്കിൽ നമുക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും ബാർഗൈൻ ചെയ്യാം. നമ്മൾ സംസാരിച്ച് നിൽക്കുന്ന പോലെ ഇപ്പം മലയാളത്തിൽ തന്നെയാണെങ്കിൽ നമുക്ക് ബാർഗൈൻ ചെയ്ത് അവരോട് പൈസ ഒപ്പിക്കാം. നമ്മൾ സംസാരിക്കുന്ന രീതി അവരോട് ഈ എമൗണ്ട് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല സിൻസ് ദേ ആർ സ്ട്രീറ്റ് അവർ തന്നെ അവർക്ക് ആ ഒരു സ്കില്ലുണ്ട്. എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ എന്റർടൈൻ ചെയ്തുകൊണ്ട് അവർക്കും ഒരുപാട് ഭാഷ കയറി. ഇപ്പൊ മലയാളം ആണെങ്കിൽ മലയാളത്തിലും അവർ നമ്മളോട് ബാർഗൈൻ ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിലാണ്. സോ ഒരാളെ നോക്കിയിട്ടാണ് പൈസ പറയുകയും ചെയ്യുക ചില സമയത്ത്. അതുണ്ട്. ഇപ്പൊ ഒരാൾ പോയി ഇപ്പോൾ 150 പറയും, മറ്റേ ആൾ കാണുമ്പോൾ കുറച്ചുകൂടി വെൽ ഡ്രസ്ഡ് ആണ്, കുറച്ചുകൂടി റിച്ച് ആണെന്ന് തോന്നുമ്പോൾ അതിന് 600 പറയും. അതെ.
അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അവയർനെസ് ആയിട്ട് പറയണ്ടേ, ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കിഷയിലെ ഫോണും അതെ അതെ, പേഴ്സാണ്. ഫോണും പേഴ്സും അത് ഈ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ. അതിപ്പം ഇവിടെ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് തന്നെയല്ല, അത് മോസ്റ്റ്ലി വൾണറബിൾ ആണ്. സോ ബേസിക്കലി നമ്മളുടെ ഐറ്റംസ് നമ്മൾ തന്നെ, നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. കാരണം എന്ന് വെച്ചാൽ അത്രയും ക്രൗഡഡിൻ്റെ ഏരിയയിൽ നമ്മുടെ ഈ പേഴ്സും ഫോണും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. അതെ. പിന്നെ ഈ KR മാർക്കറ്റിൽ നമ്മുടെ ഓണത്തിന്റെ സമയത്തൊക്കെ പൂ വാങ്ങാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് വരും. അപ്പോൾ അവർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ, അതായത് ഒരു 10 മണിക്ക് 11 മണിക്കൊക്കെ ബാംഗ്ലൂർ എത്തുന്ന പോലെ, അല്ലെങ്കിൽ ഈവനിങ് വന്ന് ഷോപ്പ് ചെയ്യുന്ന പോലെ വരിക. പക്ഷെ അങ്ങനെ വന്ന് വാങ്ങുമ്പോൾ അവർക്ക് നമ്മുടെ നോർമൽ റേറ്റിലെ പൂ കിട്ടുള്ളൂ. ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ് ഒന്നും അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ സെല്ലേഴ്സിന് കൊടുക്കുന്ന റേറ്റ് കിട്ടില്ല. അങ്ങനെ വാങ്ങണം എന്നുള്ള ഒരു പുലർച്ചെ സമയത്ത്, അതായത് 2 മണിക്ക് 3 മണിക്കൊക്കെയുള്ള മാർക്കറ്റില്ലേ, ആ സമയത്ത് വന്നിട്ട് വേണം പൂ വാങ്ങിയിട്ട് പോകാൻ. അതെ, അങ്ങനെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ് ഷോപ്പേഴ്സിലും ഷോപ്പ് കീപ്പേഴ്സിലും ഒരുപാട് മലയാളീസും ഉണ്ട്. ഒരുപാട് മലയാളീസും ഇതേപോലെ തന്നെ അത് അവരുടെ ഒരു ജീവന മാർഗ്ഗമാണ്. നമ്മുടെ ഇപ്പോൾ ചിക്പേട്ടിൽ ഏത് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് മലയാളീസും ഈ പറഞ്ഞ പോലെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മുടെ ബാംഗ്ലൂരിലെ. പിന്നെ ചിക്പേട്ട് തന്നെ നമ്മുടെ കത്തില്ലേ, കല്യാണ കത്തുകൾ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെന്റ് ഉണ്ട്. നമ്മൾ അവിടെ പോകണമെങ്കിൽ നാട്ടിൽ 20-25 രൂപ കൊടുക്കുന്ന കല്യാണ കത്തുകൾ ഇവിടെ 9 രൂപയ്ക്ക് 8 രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. അത്രയും ചീപ്പാണ്. അത്രയും ചീപ്പാണ്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരുന്നുണ്ട് കത്ത്. ചിലത് പറഞ്ഞിട്ട് അവർ പ്രിന്റ് ചെയ്ത് തരും. പിന്നെ അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ്, ലൈറ്റും സ്വിച്ചും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തും കുറച്ച് ചാത്തൻ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു പൈസ നമുക്ക് ഇപ്പോൾ വീടിന്റെ ഒക്കെ പണിന്റെ കയ്യിൽ ലാഭിക്കാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഈ ഇലക്ട്രോണിക്സിനായിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം മൊബൈലിനായിട്ട് അങ്ങനത്തെ ഒരു മാർക്കറ്റ് ഉണ്ടോ? എൻ്റെ അറിവില് അതിനായിട്ടൊരു മാർക്കറ്റ് അങ്ങനെ എന്തെങ്കിലും? സിറ്റി സെന്റർ സിറ്റി നമ്മുടെ ദുബായ് പ്ലാസ, അത് നമ്മുടെ ബ്രിഗേഡ് റോഡിന്റെ അവിടെ. പക്ഷെ അവിടെ ഒരു ഏതാ മെജസ്റ്റിക് സൈഡില് ചോർ ബസാർ പോലുള്ള ചോർ ബസാർ. പക്ഷെ അവിടെ ഈ പറയുന്ന പോലെ തന്നെ ഒന്ന്, പക്ഷെ അത് ഈ സാധനമാണ് ഈ അടിച്ചു മാറ്റി മാത്രമായിട്ടുള്ള ഷോപ്സിലായിട്ടുള്ള ഇതുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള എവിടെ? മെജസ്റ്റിക്കിലാ? മറ്റേ മെജസ്റ്റിക്കില് സിറ്റി സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, എനിക്കറിയില്ല. അപ്പോൾ അത് ചോദിക്കുന്നത് കാരണം അത് നമ്മുടെ അതും കൂടി ഒരു ഇപ്പം ഡെഫിനറ്റ് ആയിട്ടും എല്ലാവർക്കും ഇലക്ട്രോണിക് സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഇലക്ട്രോണിക് സിറ്റി ഡെഫിനറ്റ് ആയിട്ട് ഇലക്ട്രോണിക്സ് വെക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബാംഗ്ലൂരിലെ ഇത്. എന്തെങ്കിലും നമ്മൾ മിസ് ഔട്ട് ചെയ്തിനോ? പിന്നെ പറഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഫ്രണ്ടിനോട് ചോദിക്കുക. കാരണം ബൾക്കായിട്ടൊക്കെ ഷോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോരുകയാണെങ്കിൽ ചിലപ്പോൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ അറിയുന്ന ഏതെങ്കിലും ഫ്രണ്ട്സിനോട് ചോദിക്കുക, അല്ല അറിയുന്ന ആളുകളെ സമീപിക്കുക, എന്നിട്ട് നിങ്ങൾ പോയിട്ട് ചെയ്യുക ബൾക്കായിട്ട് വാങ്ങാന്നുണ്ടെങ്കിൽ. അതെ. പിന്നെ ഒരിക്കലും ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും ഒന്നെന്ന് പറയുകയാണ്, ഒരിക്കലും അവർ പറയുന്ന റേറ്റ് ഫസ്റ്റ് റേറ്റ് നമ്മൾ അഗ്രി ചെയ്യരുത്, ബാർഗെയിൻ ചെയ്യുക. സോ ഡെഫിനറ്റ്ലി ബാർഗെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും കുറച്ച് കിട്ടും. പിന്നെ ഒരു ഷോപ്പിൽ മാത്രമായിട്ട് വന്നിട്ട് വാങ്ങി പോകാണ്ടിരിക്കുക. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവും. ഒരു 4-5 ഷോപ്പിലൊക്കെ നോക്കിയിട്ട് ഒരു പ്രശ്നമില്ല. നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് കിട്ടുന്നത് അവിടെ പോയിട്ട് മാത്രം സാധനം വാങ്ങാം. നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത് അവരെ കൊണ്ട് പുറത്തിടിപ്പിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് തന്നെ വാങ്ങണമെന്നില്ല. അത് മാത്രമല്ല, ഒരേ സാധനം ആയിരിക്കും ഈ 4 ഷോപ്പിലും വിൽക്കുന്നത്. അതിലും ഡിഫറെൻറ്റ് പ്രൈസ് റേറ്റ് ആയിരിക്കും. ഇപ്പോൾ 200 വിൽക്കുന്ന സാധനം അപ്പുറത്ത് പോയിക്കാണെങ്കിൽ ചിലപ്പോൾ 150 കിട്ടുമായിരിക്കും. സോ ബേസിക്കലി യു വിൽ ഹാവ് ടു സെർച്ച് ഫോർ ദ ഓപ്ഷൻ, അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ബാംഗ്ലൂരിലെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. വീണ്ടും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നോളജബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ സൈനിങ് ഓഫ് ഫ്രം കുഷ്ക ടോക്സ്.